നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം റോഡ്രിഗോക്ക് ACL ഇഞ്ചുറി പിടിപെട്ടിരുന്നല്ലോ. ഇപ്പോൾ അതിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്നു. ഇക്കാര്യം ഒഫീഷ്യലി റയൽ മാഡ്രിഡ് അറിയിക്കുന്നുണ്ട്. റയൽ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു. അതിലവർ പറയുന്നത് റോഡ്രിഗോ ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഓപ്പറേറ്റഡ് ഓൺ ഫോർ റപ്ചേഴ്സ് ഓഫ് ദി ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ് ആൻഡ് ദി എക്സ്റ്റേണൽ മെനിസ്കസ് ഓഫ് ദി റൈറ്റ് ലെഗ്. അദ്ദേഹത്തിന് ACL ഇഞ്ചുറി പിടിപെട്ടതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞിരിക്കുന്നു. സക്സസ്ഫുള്ളി, അതായത് ഓപ്പറേഷൻ വിജയകരമാണ് എന്ന് റയൽ മാഡ്രിഡ് അറിയിക്കുന്നു. ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് ഡോക്ടർ മാനുവൽ ലേസ് ആണ്. റയൽ മാഡ്രിഡിൻ്റെ മെഡിക്കൽ സർവീസിൻ്റെ സൂപ്പർവിഷനിലാണ് ശസ്ത്രക്രിയ നടന്നത് എന്നുകൂടി റയൽ മാഡ്രിഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു. റോഡ്രിഗോ വരും ദിവസങ്ങളിൽ റീഹാബിലിറ്റേഷൻ വർക്ക് ആരംഭിക്കുമെന്നും അവർ അറിയിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, എന്നും മടങ്ങിയെത്തും? കളിക്കളത്തിലേക്ക് എന്തും മടങ്ങിയെത്തും? ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സൂചനകൾ നൽകുന്നുണ്ട്. റിക്കവറി പ്രോസസ് സ്റ്റാർട്ട്സ് ദീസ് ഡേയ്സ് വിത്ത് റോഡ്രിഗോ ഹോപ്പ്ഫുൾ ടു ബി റെഡി അറ്റ് ദി ബിഗിനിങ് ഓഫ് 2027. ഇത് നേരത്തെ തന്നെ ലഭ്യമായിരുന്ന വിവരങ്ങളാണ്. 10 മാസക്കാലമെങ്കിലും താരത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്ന് ഫബ്രീസിയോ റൊമാനോ ഇപ്പോൾ പറയുന്നു. 2027 തുടക്കത്തിൽ അദ്ദേഹം മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ വേൾഡ് കപ്പ് എന്നുള്ളൊരു സ്വപ്നമേ വേണ്ട, അതെന്തായാലും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല. ആ കാര്യം ഉറപ്പായി കഴിഞ്ഞതാണ്. ഇനിയുള്ള ചോദ്യം 2027 എപ്പോൾ മടങ്ങിയെത്താൻ പറ്റും? കാരണം ഇത്തരത്തിൽ ലോങ് ടേമിലേക്ക് പരിക്ക് പറ്റി പുറത്തിരുന്ന താരങ്ങളൊക്കെ പിന്നെ മടങ്ങിയെത്തുമ്പോൾ മസിൽ ഇഞ്ചുറീസ് പിടിപെടുന്ന ഒരു സ്ഥിതിവിശേഷം പലപ്പോഴും ഉണ്ട്. നെയ്മർ അതാണ് അനുഭവിക്കുന്നത്, റോഡ്രി അതാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. റോഡ്രിഗോക്ക് ഇനി അതേ അവസ്ഥ വരുമോ എന്നുള്ളൊരു ആശങ്ക ആരാധകർക്കുണ്ട്. എന്തായാലും 2027 ജനുവരിയിൽ റോഡ്രിഗോ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും എന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.